ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. നമുക്കറിയാം അബവ് 4 മീറ്റർ എസ് യു വിസിൻ്റെ കാറ്റഗറി ഇപ്പോൾ കുറച്ചും കൂടെ ക്രൗഡഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. എക്സിസ്റ്റിംഗ് വണ്ടികൾക്ക് നല്ല പുതിയ ജനറേഷൻ അപ്ഡേറ്റ്സ് വരുന്നു, പുതിയ വണ്ടികൾ ഇപ്പോൾ സിയറ പോലത്തെ വണ്ടികൾ ലോഞ്ച് ആവുന്നു. അങ്ങനെയൊക്കെ ആയിട്ട് ഒരുപാട് അഡീഷൻസ് നടക്കുന്നുണ്ട്. ഏതായാലും അടുത്ത വർഷം ഇതുപോലെ തന്നെ വരാൻ പോകുന്ന രണ്ട് പുതിയ വണ്ടികളാണ് റെനോയുടെ ലേറ്റസ്റ്റ് ജനറേഷൻ ഡസ്റ്ററും അതുപോലെ നിസാൻ്റെ പുതിയൊരു വാഹനമായ ടെക്ടോണും. ഈ വണ്ടി ഇപ്പോൾ സ്പൈ ഷോട്ട്സിൻ്റെ ഭാഗമായിട്ട് ഒന്നുകൂടെ കണ്ടിട്ടുണ്ട്, അതിനെപ്പറ്റി നമുക്ക് സംസാരിക്കാം. പക്ഷേ അതിന് മുന്നേ പറയാനുള്ളത് റെനോയുടെ പുതിയൊരു ടീസറിനെ പറ്റിയാണ്. ആക്ച്വലി അവർ ഇപ്രാവശ്യം കുറച്ചൊരു നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ടീസറാണ് പിടിച്ചിരിക്കുന്നത്, ഓർ ആഡെന്നോ നമുക്ക് എന്ത് വേണമെങ്കിലും പറയാം. ബട്ട് എനിവേ ഇതിൻ്റെ അകത്ത് ഇപ്പം നമുക്ക് മെയിനായിട്ട് കാണാൻ പറ്റുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ വണ്ടിയുടെ റിയർ ഡിസൈൻ ഇവർ ആക്ച്വലി മാറ്റിയിട്ടുണ്ട്. നിങ്ങൾ ഇൻ്റർനാഷണലി വരുന്ന സ്പെക്ക് ഇപ്പോൾ ഉള്ള ഡസ്റ്റർ, അതായത് ലേറ്റസ്റ്റ് ജനറേഷൻ ഡാഷ ഡസ്റ്റർ നോക്കുകയാണെങ്കിൽ അതിൻ്റെ റിയർ ടെയിൽ ലാംപ്സ് കണക്റ്റഡ് അല്ല. ഈവൻ റെനോ ഡസ്റ്റർ നോക്കുകയാണെങ്കിലും ലേറ്റസ്റ്റ് ജനറേഷൻ്റെ ടെയിൽ ലാംപ്സ് കണക്റ്റഡ് അല്ല. പക്ഷേ ഇവർ കാണിച്ചിരിക്കുന്ന ടീസറിൽ ഇതിൻ്റെ ടെയിൽ ലാംപ്സ് ആക്ച്വലി കണക്റ്റഡ് ആണ്. ആൻഡ് ഇപ്പോൾ നിങ്ങൾക്ക് ടീസർ കാണാം എങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് ഒരു പഴയ ഡസ്റ്റർ യൂസ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. ഇതിൻ്റെ ഒരു ടോയ് ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ പല സീൻസിൽ ഈ വണ്ടി ആക്ച്വലി അതിൻ്റെ കുറച്ച് ക്ലിപ്സ് അവർ യൂസ് ചെയ്തിട്ടുണ്ട്. ഈ വണ്ടിയെ പറ്റി പറയാനാണെങ്കിൽ 2012 ഡസ്റ്റർ വരുന്നത്. ആ സമയത്ത് ഇതുപോലത്തെ വേറെ വണ്ടികളൊന്നും ഇല്ലായിരുന്നു. അതിനുശേഷം പിന്നെ ഇക്കോസ്പോർട്ട് ജോയിൻ ചെയ്തു. പക്ഷേ അഗൈൻ അതൊരു സബ് 4 മീറ്റർ വാഹനമായിരുന്നു ആ സമയത്ത്. പക്ഷേ സബ് 4 മീറ്റർ അബവ് 4 മീറ്റർ എന്നുള്ള പ്രത്യേകിച്ച് വലിയ സെപ്പറേഷൻ ഒന്നും ഇല്ലാണ്ടിരുന്നതുകൊണ്ട് ഈ വണ്ടികളൊക്കെ തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കോമ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അതിന് ശേഷമാണ് പിന്നെ ബ്രസാൻ, എക്സോൺ അങ്ങനെ കുറേ വണ്ടികൾ സബ് 4 മീറ്റർ കാറ്റഗറിയിലും അതുപോലെ ക്രെറ്റ വന്നു 2015 ക്രെറ്റ വന്നതിന് ശേഷമാണ് ഈ സെഗ്മെൻറ്റിൽ കുറച്ചൊക്കെ ഒരു ആളും ഒക്കെ വരാൻ തുടങ്ങിയത്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ബാക്കി ഒരുപാട് കണ്ടൻറ്റേഴ്സ് വന്ന് പിന്നെ ഹ്യുണ്ടായുടെ തന്നെ കിയയുടെ സെൽട്ടോസ് വന്നു. അത് അത്യാവശ്യം നന്നായിട്ട് ടേക്ക് ഓവർ ചെയ്തു ആ ഒരു സെഗ്മെൻറ്റ്. അങ്ങനെ പിന്നെ അങ്ങോട്ട് പോയി ഡസ്റ്ററിൻ്റെ കംപ്ലീറ്റ് ഒരു പ്രസക്തി പോയി. 2020 കഴിഞ്ഞപ്പോഴേക്കും ഡസ്റ്ററിൻ്റെ ഡീസൽ KNK 1.5 ടർബോ ഡീസൽ പോയതോടുകൂടി അതിൻ്റെ കാര്യം തീരുമാനമായി. 1.3 ടർബോ 1.5 തന്നെയുള്ള എഞ്ചിൻസ് ഒന്നും ആരും വാങ്ങിയില്ല. പിന്നെ വണ്ടി ആ സമയത്തേക്ക് ഭയങ്കര ഔട്ട്ഡേറ്റഡ് ആയിരുന്നു. അവർ മര്യാദയ്ക്ക് അപ്ഡേറ്റ് ചെയ്തില്ല. ഇൻ്റർനാഷണലി ഒരു ജനറേഷൻ ഡസ്റ്റർ കഴിഞ്ഞായിരുന്നു, പക്ഷെ നമുക്ക് ഇവിടെ കിട്ടിയില്ല. നമുക്ക് ആകെപ്പാട് ഒരൊറ്റ ജനറേഷൻ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. സോ ഈ ഡസ്റ്റർ ലാസ്റ്റ് ആയപ്പോഴേക്കും ഫെയിൽ ആയത് തീർച്ചയായും റെനോയുടെ തന്നെ പ്രശ്നമാണ്, അല്ലാതെ വേറൊന്നും പറയാനില്ല. പക്ഷേ ഇനി വരാൻ പോകുന്ന വണ്ടി ഏതായാലും അവർ ഇൻ്റർനാഷണലി നമ്മൾ കണ്ടതിലും കുറച്ചും കൂടെ വ്യത്യാസങ്ങൾ വരുത്തിയിട്ട് തന്നെയാണ് ഇറക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതൊരു നല്ല കാര്യമാണോ എന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ്ലി അതെ. കാരണം ഇൻ്റർനാഷണലി വരുന്ന ഡസ്റ്റർ ഇപ്പോൾ അതുപോലെ ഇവിടെ കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ മിക്കവാറും ആരും വാങ്ങില്ല. അതാണ് അറ്റ്ലീസ്റ്റ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. കാരണം ഇപ്പോൾ ഇവിടെ ഈ ഒരു സെഗ്മെൻറ്റിൽ വരുന്ന വണ്ടികൾ നോക്കുകയാണെങ്കിൽ എല്ലാത്തിൻ്റെയും ക്വാളിറ്റി ലെവൽ അടിപൊളിയാണ്. ഇഷ്ടംപോലെ സോഫ്റ്റ്വെയർ മെറ്റീരിയൽസ് ഉണ്ട്, നല്ല പ്രീമിയം മെറ്റീരിയൽസ് ഉണ്ട്. പിന്നെ 3 സ്ക്രീൻ ഫീച്ചേഴ്സൊക്കെ പോട്ടെ, അത് വേറൊരു സൈഡിൽ അങ്ങനെ അങ്ങ് പോകുന്നു. സിയറ ആയിക്കോട്ടെ, പുതിയ സെൽട്ടോസ് ആയിക്കോട്ടെ, എല്ലാത്തിലും നമുക്ക് ടൺ കണക്കിന് ഫീച്ചേഴ്സാണ് കിട്ടുന്നത്. കുറേ പുതിയ സെഗ്മെൻറ്റ് ബെസ്റ്റ് ഫീച്ചേഴ്സ് ഉണ്ട്. 19 ഇഞ്ച് അലോയ് വീൽസ് ഇപ്പോൾ സിയറിൽ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ ഇൻ്റർനാഷണലി വരുന്ന ഡസ്റ്ററിൽ പ്രത്യേകിച്ചൊന്നും ഇല്ല. ഒരു 8 ഇഞ്ചസിൻ്റെ അടുത്തുള്ള സൈസ് വരുന്ന ഡിജിറ്റൽ ക്ലസ്റ്റർ ഉണ്ട്, 10.1 ഇഞ്ച് സൈസ് വരുന്ന ഇൻഫർടൈൻ സിസ്റ്റം ഉണ്ട്. ഇൻ്റർനാഷണലി ആക്ച്വലി സൺറൂഫ് ഞാൻ വണ്ടിയിൽ കണ്ടിട്ടില്ല. അതെന്തായാലും ഇന്ത്യൻ വണ്ടിയിൽ വരും. മിക്കവാറും പാനോറാമിക് തന്നെ ആയിരിക്കും അവർ കൊടുക്കുന്നത്. കാരണം ഇവിടെ പിടിച്ചേക്കാൻ പാനോറാമിക് സൺറൂഫ് ഇപ്പോൾ മസ്റ്റാണ്, അതില്ലെങ്കിൽ ഒന്നും ശരിയാവില്ല. അതുപോലെ തന്നെ വേറെ കുറേ സാധനങ്ങളില്ല, വെന്റിലേറ്റഡ് സീറ്റ്സ് ഒന്നും പുറത്തില്ല. സോ അങ്ങനെ കുറച്ചധികം കാര്യങ്ങൾ അവർ ഇന്ത്യക്ക് വേണ്ടി ആഡ് ചെയ്താൽ മാത്രമേ വണ്ടി സക്സസ്ഫുൾ ആക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ഇതിന് വില കുറച്ച് വെച്ചെന്ന് പറഞ്ഞപ്പോൾ Citroen അത്യാവശ്യം നല്ലൊരു പ്രൈസ് പോയിന്റിലാണ് C3 അല്ല ഇപ്പോൾ വെറും എയർക്രോസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പണ്ട് C3 എയർക്രോസ് ആയിരുന്ന വണ്ടി വിൽക്കുന്നത്. എന്നിട്ട് അതാരെങ്കിലും വാങ്ങുന്നുണ്ടോ? ഇല്ല. ജസ്റ്റ് 300-400 അടുത്താണ് ആ വണ്ടിയുടെ മന്ത്ലി സെയിൽസ് വരുന്നത്. ടോപ്പ് ആൻഡ് ഓട്ടോമാറ്റിക് നിങ്ങൾക്ക്, അതായത് 1.2 ടർബോ പെട്രോൾ വരുന്ന വണ്ടി ഏകദേശം 16-16.5 ലക്ഷം രൂപയ്ക്കാണ് ഓൺ റോഡ് കിട്ടുന്നത്. അതിൽ നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ യൂസ് ചെയ്യാത്തതായിട്ടുള്ള യാതൊരു ഫീച്ചറും ഇല്ല. ഇൻഫാക്ട് കുറച്ച് എക്സ്ട്രാ ഫീച്ചേഴ്സ് ഇപ്പോൾ കിട്ടുന്നുണ്ട്. പ്രത്യേകിച്ച് എയർക്രോസ് X എന്ന് പറയുന്ന മോഡൽ പറഞ്ഞു വരാണ് 360 ക്യാമറ ഉണ്ട്. അതുപോലെ അത് എക്സ്ട്രാ ഫിറ്റിംഗ് പോലെ ഇരിക്കും, ബട്ട് സ്റ്റിൽ സാധനം അതിൻ്റെ അകത്തുണ്ട്. വെന്റിലേറ്റഡ് ഫ്രണ്ട് സീറ്റ്സ് ഉണ്ട്. പിന്നെ ഇൻസ്ട്രുമെൻ്റ് ഡിജിറ്റലാണ്. അതുപോലെ ഇൻഫർടൈൻ സിസ്റ്റം 10 ഇഞ്ചാണ്. വയർലെസ് ചാർജർ, പിന്നെ സൺറൂഫ് ഒന്നും ഇല്ല. അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. പക്ഷേ 17 ഇഞ്ച് അലോയ്സ് ഉണ്ട്, LED ഹെഡ് ലാംപ്സ് ഉണ്ട് എന്ന് പറയുന്നത് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം വണ്ടിക്കകത്ത് കിട്ടുന്നുണ്ട്. എന്നിട്ട് അതാരോ വാങ്ങുന്നത്? ആരും വാങ്ങുന്നില്ല. അതാണ് ഇവിടുത്തെ പ്രശ്നം. സോ ഇവിടെ വണ്ടി നമ്മൾ ഏത് പ്രൈസിൽ എങ്ങനെ ഇറക്കുന്നു എന്നുള്ളതല്ല. ഈവൻ ആ വണ്ടിയിൽ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഡാഷ്ബോർഡിൽ നമുക്ക് സോഫ്റ്റ്വെയർ മെറ്റീരിയൽസ് ഒക്കെ കിട്ടുന്നുണ്ട്, ക്വാളിറ്റി ലെവൽസ് നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ആ വണ്ടി ആരും വാങ്ങുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. സത്യം പറഞ്ഞാൽ എനിക്ക് അതിൻ്റെ റിവ്യൂ ചെയ്യണമെന്നുണ്ട്. കാരണം വണ്ടി ഭയങ്കര വാല്യൂ ഫോർ മണിയാണ്. അതുപോലെ തന്നെ ബസോൾട്ട് ഏകദേശം ഒരു 15.5-15.8 ലാക്സിനടുത്ത് അതിൻ്റെ ടോപ്പ് ആൻഡ് ഓട്ടോമാറ്റിക് ഓൺ റോഡ് കിട്ടും. എനിവേ ഞാൻ ചെറുതായിട്ട് കണ്ടതിന് മറിപ്പോയി. സോ ഇവരുടെ കാര്യത്തിലും ഇത് തന്നെയാണ് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ ടെസ്റ്റിങ്ങിൽ കണ്ടിരിക്കുന്ന 2 വണ്ടികളാണ്. അതായത് നമ്മുടെ നിസാൻ്റെ ടെക്ടോൺ ഉണ്ട്,
റെനോയുടെ ഡസ്റ്ററും ഉണ്ട്. പിന്നെ അതിൻ്റെ ഇപ്പുറത്തായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു ക്രെറ്റ ഇൻലൈനും കാണാം. സൈസൊക്കെ വെച്ച് ഇപ്പോൾ ഈ ഫോട്ടോയിൽ കമ്പയർ ചെയ്യാൻ പറ്റില്ല. പക്ഷേ എന്നാലും ഈ വണ്ടികൾക്ക് കാണാൻ അത്യാവശ്യം വലുപ്പം തോന്നുന്നുണ്ട്. ഈവൻ ഇൻഫാക്ട് നമുക്ക് പുറത്തൊക്കെ കിട്ടുന്ന വണ്ടിക്ക് അത്യാവശ്യം വലുപ്പമുണ്ട്. 4.3 മീറ്റേഴ്സിന് മുകളിലുള്ള വണ്ടി തന്നെയാണ്. 1.8 മീറ്റേഴ്സിന് മുകളിൽ വിട്ടുമുണ്ട്. സോ ഏകദേശം ഈ സെഗ്മെൻറ്റിലെ നോർമൽ ഡയമെൻഷൻസ് തന്നെയാണ് കിട്ടുന്നത്. പുതിയ സെൽട്ടോസ് പക്ഷേ 4.4 മീറ്റേഴ്സിനും കൂടുതൽ നീളമുള്ള സ്ഥിതിക്ക് എന്താണ് ഇവർ ചെയ്യാൻ പോകുന്നത് നമ്മൾ കണ്ടറിയേണ്ടി വരും. പക്ഷേ ഡയമെൻഷൻസിൽ അങ്ങനെ വലിയ കാര്യമൊന്നുമില്ല. ഇപ്പോൾ സിയറ ആണെങ്കിലും ലെങ്ത് 4.3 മീറ്റേഴ്സൊക്കെ തന്നെ അതിനേ ഉള്ളൂ. പക്ഷേ ഹൈറ്റ് ആയിരുന്നു ആ വണ്ടിയുടെ മെയിൻ. ഈ രണ്ട് വണ്ടികൾക്ക് അധികം ഹൈറ്റ് ഒന്നുമില്ല. കൈൻഡ് ഓഫ് ഒരു ക്രോസ് ഓവർ പോലത്തെ ഡിസൈനാണ്. വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ രണ്ട് വണ്ടികളില്ല ഡസ്റ്റർ ഈ അടുത്ത് നമ്മുടെ എനിക്കറിയില്ല എവിടെയാണെന്ന്, മണാലി സൈഡ് വല്ലതും ആയിരിക്കും, അവർ ജസ്റ്റ് ഇങ്ങനെ മഞ്ഞിലൊക്കെ ഇറക്കി വണ്ടി ടെസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് വണ്ടി സ്റ്റക്കായിട്ട് അവർ ജിപ്സി കൊണ്ട് വലിച്ചെടുക്കായിരുന്നു. ഞാൻ റീൽ കണ്ടതാണ്. പക്ഷേ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് ഓൾ വീൽ ഡ്രൈവ് അവർ കൊടുക്കും എന്നുള്ളതാണ്. അവർ അറ്റ്ലീസ്റ്റ് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ വെറുതെ ഒരു ഫ്രണ്ട് വീൽ ഡ്രൈവ് വണ്ടി ആരും കൊണ്ടും മഞ്ഞിൻ്റെ അകത്തോട്ട് കുത്തിക്കയറ്റില്ല. അത് സ്റ്റക്കാവുന്നുള്ള കാര്യം 100% ഉറപ്പാണ്. സോ ഓൾ വീൽ ഡ്രൈവ് വണ്ടി ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് ഇന്നത്തെ കാലത്ത് നമുക്കിപ്പോൾ ഈ ഒരു സെഗ്മെൻറ്റിൽ ഹൈ റൈഡറിലും ഗ്രാൻഡ് ടയറിലും മാത്രമാണ് മെയിനായിട്ട് ഓൾ വീൽ ഡ്രൈവ് കിട്ടുന്നത്. സിയറിൽ അണ്ടർ ഡെവലപ്മെൻറ്റ് എന്ന് ടാറ്റ പറഞ്ഞിട്ടുണ്ട് 2027 വരുമെന്നൊക്കെ. അതിപ്പോൾ വരുമില്ലോ നമ്മൾ കണ്ടറിയേണ്ടി വരും. ഇലക്ട്രിക്കൽ എന്തായാലും സിയറിൽ ഓൾ വീൽ ഡ്രൈവ് കിട്ടും. പക്ഷേ നോർമൽ പെട്രോൾ വണ്ടിയിൽ കിട്ടുമോ ഡീസൽ വണ്ടിയിൽ കിട്ടുമോ എന്നുള്ളത് നമുക്കറിയില്ല. ഇനി ഡസ്റ്ററിൻ്റെ കേസിൽ നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്ന പ്രൈസിൻ്റെയും ഫീച്ചേഴ്സിൻ്റെയും കാര്യമായിരുന്നു. സോ ഇവരിത് ഇറക്കുന്ന സമയത്ത് ഇതിൻ്റെ അകത്തും ആവശ്യത്തിനുള്ള ഫീച്ചേഴ്സ് കൊടുത്ത് ഈ വണ്ടി മൊത്തത്തിലൊന്ന് റിച്ച് ആക്കി. അതായത് ഇപ്പോൾ ടോപ്പ് എൻ്റെ ഒരു 10-23 ലക്ഷം രൂപയൊക്കെ ഓൺ റോഡ് പോവുകയാണെങ്കിലും വലിയ കുഴപ്പമില്ല. പക്ഷെ അതിനനുസരിച്ച് ഈ വണ്ടിയെല്ലാം ഓഫർ ചെയ്യണം എന്ന് മാത്രം. അതാണ് ആൾക്കാർക്ക് വേണ്ടത്. എല്ലാവരും ഇപ്പോൾ ഇതിന് ടോപ്പ് എൻ്റെ പോയി വാങ്ങാനൊന്നും പോകുന്നില്ല. ഇപ്പോൾ ക്രെറ്റ ആണെങ്കിലും ടോപ്പ് എൻ്റെ വാങ്ങുന്ന ആൾക്കാർ ചിലപ്പോൾ ഒരു 30% മാക്സിമം കാണുള്ളൂ. പക്ഷേ അതിൻ്റെ താഴത്തെ വേരിയൻസ് വാങ്ങുന്നവർ നോക്കുന്നത് ടോപ്പ് എൻ്റെ വാങ്ങാൻ ആൾക്കാരുണ്ട്. ആൻഡ് അത്രയും പ്രൈസിൽ നമുക്ക് ആ വണ്ടിയിൽ ഇത്രയും കാര്യങ്ങളുണ്ട്. എന്നാൽ പിന്നെ അതിൻ്റെ താഴത്തെ വേരിയൻ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ വണ്ടി കിട്ടുമല്ലോ എന്നുള്ളതാണ്. ആ ഒരു പോയിന്റ് ഓഫ് വ്യൂലാണ് എല്ലാവരും വണ്ടി വാങ്ങുന്നത്, വാല്യൂ നോക്കിയിട്ട്. ആൻഡ് അത് തന്നെയാണ് ഇവർക്ക് ഈ വണ്ടിയുടെ കേസിലും ഇനിയിപ്പോൾ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. ഇനി എഞ്ചിൻ ഓപ്ഷൻസിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ 1.3 ടർബോ പെട്രോൾ ഏകദേശം കൺഫേം ആയിട്ടുണ്ട്. അതൊരു സ്പൈ ഷോട്ടിൽ വെച്ച് കൺഫേം ചെയ്തതാണ്. അവിടെ ഉണ്ടായിരുന്ന അതിൻ്റെ ഒരു സ്പോട്ടർ, അതായത് ഈ വണ്ടിയുടെ സ്പൈ ഷോട്ട്സ് എടുത്ത പുള്ളി കണ്ടതിൻ്റെ സൈഡിൽ 1.3 ടർബോയുടെ സ്റ്റിക്കറിങ് ഉണ്ടായിരുന്നു. അതായത് നമ്മുടെ ഇതുണ്ടല്ലോ വെള്ളം അതിനകത്തെല്ലാം എഴുതുമല്ലോ ഡീറ്റെയിൽസ് അതിൻ്റെ അകത്ത്. സോ അത് 1.3 ടർബോ എന്ന് പറയുമ്പോൾ പണ്ടുണ്ടായിരുന്ന സെയിം എഞ്ചിനാണ്. 156 bhp ആണ് പവർ ജനറേറ്റ് ചെയ്യുന്നത്. ആൻഡ് ഇത് ഈ സെഗ്മെൻറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഓക്കെയാണ്. കാരണം 1.5 ടർബോ നമുക്ക് എല്ലാത്തിലും കിട്ടുന്നുണ്ട്. പക്ഷേ ബേസ് എഞ്ചിൻ ഏതാണ് എന്നുള്ളത് ഇപ്പോഴും അറിയില്ല. അത് 1 ലിറ്റർ ടർബോ മാഗ്നൈറ്റിലും കൈകറിലൊക്കെ വരുന്നതായിരിക്കും. അത് ഇവരിനി ഒരു 1.5 തന്നെ, അത് പണ്ട് 1.5 തന്നെ ഉണ്ടായിരുന്നു, അത് തന്നെ തിരിച്ചു കൊണ്ടുവരും എന്നുള്ളത് കണ്ടറിയേണ്ടി വരും. ഇതിൻ്റെ ഒരു ഹൈബ്രിഡ് പവർ ട്രെയിൻ ഇപ്പോൾ ഡെവലപ്മെൻറ്റിലാണ്. അത് കൊണ്ടുവരുന്നെങ്കിൽ വളരെ നല്ലതായിരുന്നു. പക്ഷേ ലേറ്റർ സ്റ്റേജിൽ 2026 അവസാനം അല്ലെ 2027 ആകുമ്പോഴേക്കാണ് ഇതിൻ്റെ ഹൈബ്രിഡ് പവർ വരും എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ വണ്ടിക്ക് അപ്പോൾ പ്രത്യേകിച്ച് സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിൽക്കാൻ പറ്റിയ ഒരു സംഭവമൊന്നും അതിൻ്റെ അകത്തും നമുക്ക് കിട്ടാനില്ല. ഇതാണ് മിക്കവാറും കമ്പനികൾ ചെയ്യുന്ന വേറൊരു മിസ്റ്റേക്ക്. എല്ലാം കൂടെ ഒരുമിച്ച് ഇറക്കുന്നതിന് പകരം ഇങ്ങനെ കുറച്ചായിട്ട് ഇറക്കും. ഇപ്പോൾ സിട്രോൻ ആദ്യം മുതലേ അതാണ് ചെയ്തത്. ആദ്യം ഒന്നുമില്ലാത്തൊരു ബേസിക് വണ്ടി ഇറക്കിയ ആൾക്കാരെല്ലാം ഉറപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു നമ്മൾ പതുക്കെ അപ്ഡേറ്റ് ചെയ്യാമെന്ന്. അങ്ങനെ അപ്ഡേറ്റ് ചെയ്ത് ഇപ്പോൾ അത്യാവശ്യം ചെയ്യാൻ പറ്റുന്ന നന്നായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. പക്ഷേ അപ്പോഴേക്കും ആൾക്കാർ വണ്ടിയെ പറ്റി മറന്നു. ഇപ്പോൾ ആർക്കും വണ്ടി വേണ്ട, അവർ വണ്ടി വിട്ട് വിൽക്കുന്നു. ഇവിടെ മൊത്തം എക്സ്പോർട്ട് ചെയ്ത് ജീവിക്കുന്നു. സോ അങ്ങനെ ഒരു അവസ്ഥ ഇനി ഇവർക്ക് വരാതിരിക്കുക എന്നുള്ളതാണ് ഇവർ നോക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. എനിവേ എന്താണ് നിങ്ങൾക്ക് ഈ വണ്ടിയെ പറ്റി പറയാനുള്ളതെന്ന് തീർച്ചയായും താഴെ കമൻസിൽ പറയാം. ഈ വരുന്ന ജാനുവരി 26 റിപ്പബ്ലിക് ഡേയുടെ എന്നാണ് ഈ വണ്ടിയുടെ റിവ്യൂവിൽ അവർ പറഞ്ഞിരിക്കുന്നത്. ലോഞ്ച് പ്രൈസ് അതിൻ്റെ കാര്യമൊന്നും കൺഫേം ആയിട്ടില്ല. പക്ഷേ എന്തായാലും വണ്ടി നമുക്ക് കാണാനും ഫീച്ചേഴ്സൊക്കെ അറിയാനും പറ്റും. പിന്നെ ഈ വീഡിയോ കൈൻഡ് ഓഫ് ഒരുപാട് റാൻഡം കാര്യങ്ങൾ ഇങ്ങനെ പറയുന്ന പോലെയാണ് എനിക്കും തോന്നിയത്. ചിലപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടായിരിക്കും. അത് ജസ്റ്റ് എനിക്ക് പറയണമെന്ന് തോന്നി അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഈ സ്പൈ ഷോട്ട്സും കൊണ്ട് ഇപ്പോൾ പ്രത്യേകിച്ചൊന്നും കാണിക്കാനൊന്നും ഇല്ലായിരുന്നു. രണ്ട് വണ്ടിയിൽ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്, അത്രേ ഉള്ളൂ. എനിവേ ഗൈസ്, നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ആക്സറീസോ ക്ലീനിങ് പ്രോഡക്ട്സ് ഒക്കെ വേണമെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രോഡക്ട്സ് ആയി തീർച്ചയായും ചെക്കൗട്ട് ചെയ്തേക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ലൈക്കും സബ്സ്ക്രൈബും ഷെയർ ഒക്കെ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.